ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിസാൻ GTR വാങ്ങിച്ചിട്ടിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളിന്ന് നിസാൻ GTR പിന്നെ നമ്മുടെ യമഹ മാക്സ് അവിടെ കിടപ്പുണ്ടല്ലോ, അത് നമ്മളിവിടെ കൊണ്ടിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് സൂപ്പറ കാറും ഇവിടെ വാങ്ങിച്ചിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗെയിം ഇവിടെ സ്റ്റാർട്ടായി. ഇനി നമുക്ക് നേരെ വെളിയിൽ പോയിട്ട് നമ്മളിപ്പോൾ നിസാൻ GTRും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 വണ്ടി ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ എടുക്കുന്നില്ല. നമ്മളിപ്പോൾ എടുക്കുന്നില്ല, അത് അപ്പോൾ അവിടെ കിടക്കട്ടും. ഇനി നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ പഴയ വീട്ടിൽ പോകണം ഗൈസ്. നമുക്ക് ഫസ്റ്റ് കയഗനസ് എടുക്കാൻ പറ്റും, കയഗനസ് എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി വെളിയിലോട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു വണ്ടി എടുക്കാം. നമുക്ക് ഫസ്റ്റ് കയഗനസ് എടുക്കാൻ പറ്റും, കയഗനസ് എടുക്കാം ഗൈസ്. നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, കോടി നോക്കാം. അത് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്, അതങ്ങ് ഓട്ടിച്ചങ്ങ് പോകാം. കുറച്ച് നേരം നമുക്ക് ഇവിടെ നിന്ന് നോക്കാം ഇപ്പോൾ ഏത് വണ്ടിയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഗൈസ് ഇവിടുന്ന് ഏത് വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ആ വണ്ടി ഇങ്ങനെ എടുക്കും ഗൈസ്. അവിടെ നിന്നൊരു ബുഗാട്ടി പോകുന്നുണ്ട്, അല്ല ഇവിടുന്ന് ഒരു കയഗനസ് വരുന്നു ഗൈസ്. ഇവിടുന്ന് കയഗനസ് എടുക്കുന്നുണ്ട്. നമുക്കിനി ആ കയഗനസ് തന്നെ എടുക്കാം. കാലിൻ്റെയൊക്കെ ഒരു പവറേ. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്നേ ഉള്ളൂ, അപ്പോൾ തന്നെ കാലൊന്ന് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അതങ്ങ് നിന്ന്. ഇറങ്ങണം അങ്ങോട്ട്, വണ്ടി കയറി അങ്ങ് ഓട്ടിക്കുക ആമഴയുന്ന കണക്ക്. ഇനി ഞാൻ കാണിച്ചുതരാം എങ്ങനെ ഓട്ടിക്കേണ്ടത്. അപ്പോൾ എത്ര നേരം ആമ എഴയുന്നണം കിഴഞ്ഞുകൊണ്ടിരുന്നേ. ഇപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുക എങ്ങനെ ഓട്ടിക്കേണ്ടതൊക്കെ. ഇനി ഈ വഴിയായിരിക്കും. അയ്യോ, വഴി തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ച് ഇവിടെ ഈ വഴിയായിരിക്കും. നമ്മൾ മറന്നുപോയി, പെട്ടെന്ന് വഴി മറന്നുപോയി. ഇപ്പോൾ കേസ് നമുക്കിനി ഈ വഴി പോയിട്ട് ലെഫ്റ്റ് എടുക്കാം. ഈ വഴി പോയിട്ട് ലെഫ്റ്റായിരുന്നു. ഞാൻ വിചാരിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് ആയിരിക്കും, അതുകൊണ്ടായിരുന്നു ഞാൻ ലെഫ്റ്റ് എടുത്തത്. നമുക്ക് ഈ വഴിയായിരുന്നു ലെഫ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഡ്രിഫ്റ്റ് അടിച്ച് നിർത്തിയത്. ഈ വഴി ലെഫ്റ്റായിരുന്നു. സ്ലോ മോഷൻ അല്ല സ്ലോ മോഷൻ അല്ല, ഞാൻ പയ്യെ ഓട്ടിക്കണ്ടേ. അപ്പോൾ കേസ് നമുക്ക് ഇനി നേരെ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോകാം. ഈ ഒരു എത്തിക്കഴിഞ്ഞ് ഈ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ സൈഡിലായിട്ട് ഒരു ഫ്ലാറ്റ് കാണുന്നുണ്ട്. ആ ഫ്ലാറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു ബുഗാട്ടി പോകുന്നുണ്ട്. ബുഗാട്ടി പോകും, ആമ ഇഴയുന്നാണെങ്കിൽ പോവുമോ ബുഗാട്ടി? അങ്ങനെ പറഞ്ഞില്ല, അപ്പം തന്നെ നല്ല സ്പീഡിൽ പോകുന്നു. ആമ എഴുതി കണക്ക് പോകുന്നെന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പം തന്നെ സ്പീഡിൽ പോകുന്നു. പോലീസ് നമുക്കിനി ഈ വഴി നമ്മുടെ വീടെത്തി. ഇനി നമുക്ക് സൈഡിൽ കിടക്കുന്ന നിസാൻ GTR എടുക്കാം ഗൈസ്. കുറച്ച് നേരം ഇവിടെ നിന്നിട്ടൊക്കെ നമുക്ക് നിസാൻ GTR എടുക്കാം ഗൈസ്. ഇത്ര നേരം നമ്മൾ കാർ ഓടിച്ചല്ലേ, കുറച്ച് നേരം അരമണിക്കൂറായിട്ട് നമ്മളവിടെ നിന്നിട്ട് ഇപ്പം നമ്മൾ കാർ ഓടിച്ച സൈഡിലേക്ക് നമ്മൾ പോകാം. കണ്ട ഗൈസ്, ഇപ്പോൾ അവിടെ നിസാൻ GTR കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ബ്ലാക്ക് നിസാൻ GTR ഗൈസ്. ഗോൾഡ് ആയിരുന്നല്ലോ, ഓറഞ്ച് ആയിരുന്നു, ഞാൻ ബ്ലാക്ക് ആക്കിയതാട്ടോ ഗൈസ്. അല്ല, എപ്പോഴും നമ്മൾ ഓറഞ്ച് തന്നെ എടുത്താലേ. നമുക്കിനി ഇത് കൊണ്ടിട്ടിട്ട് അവിടെ കിടക്കുന്ന നമ്മുടെ കയഗനസും GTRും പിന്നെ ഈ GTRും നമ്മൾ അതിൻ്റെ കളർ മാറ്റുന്നതായിരിക്കും ഗൈസ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ വീട് കണ്ടോ നിങ്ങൾ? ആ വീട്ടിൽ അതായത് നമ്മുടെ പഴയ വീട്ടിൻ്റെ ബാക്കിലായിട്ട് സുപ്രയും പിന്നെ VMAXും കിടപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, ഇത് കൊണ്ടിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കേസ് നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം കേസ്. സ്റ്റക്കായിപ്പോയി അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. പറപ്പിച്ച് പോവാം, പക്ഷെ ഒന്നും പോകത്തില്ല, പയ്യെ പോകത്തുള്ളൂ. കാരണം ഇതങ്ങാണ് ഇടിച്ചു പൊട്ടി കടന്നു കഴിഞ്ഞാൽ ഞാൻ തീർന്നു. വേറെ നിസാൻ GTRൊന്നും ഇല്ല ഇനി വാങ്ങിക്കാൻ. നമുക്ക് ഈ വീട് വളയ്ക്കാൻ കേസ്. ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ ഇപ്പോൾ പോയേനെ വണ്ടി. അതാ സൈഡിലത്തെ 2 ടയറും പൊങ്ങി കേസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് മിസ്. കിടിലം വണ്ടി, ബ്ലാക്കും കൂടി കളർ കൊടുത്തപ്പം സെറ്റ് കിണ്ണം. ഇനി നമുക്ക് വണ്ടി അകത്തോട്ട് കയറ്റി നമ്മളിപ്പോൾ കയഗനസ് ചരിച്ചിട്ടേക്കുന്നുണ്ടോ, അതിനൊക്കെ നമുക്ക് ചരിച്ചിടാം കേസ്.
ഈ സുപ്രയും കൂടി ഇടുമ്പോൾ 4 കാറായി ഗൈസ്. നമുക്ക് ഇപ്പോൾ 4 കാറാവും. അപ്പം നമ്മളിപ്പം കണ്ട ലുക്ക് കണ്ട ബ്ലാക്കും കൂടി കൊടുത്തു, ബ്ലാക്ക് കൂടെ പോയൊക്കെ പോകുന്നു. നമുക്ക് ഇതിന് നല്ലൊരു കളർ കൊടുക്കാം. ഇതിന് ബ്ലാക്ക് കൊടുത്ത് നോക്കാം. ബ്ലാക്ക് വേണ്ട ഗൈസ്, ഇതിന് ബ്ലാക്ക് വേണ്ട, വൈറ്റ് തന്നെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് കയോഗ്നാസിന് ബ്ലാക്ക് കൊടുക്കാം. കയോഗ്നാസ് എല്ലാം ചേരും കണ്ടോ ഗൈസ്, ക്ലാസ് സെറ്റല്ലേ. അതിന് നമുക്ക് നമ്മുടെ സൂപ്പർ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇവിടെ കൊണ്ടിട്ടിട്ട് നമ്മുടെ യമഹ വീണ്ടും എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരണം. അതൊരു ടാസ്ക്കാണ്. ഇത് മതിൽ ചാടി പോകാൻ പറ്റുമോ? അയ്യോ, പോകാൻ പറ്റത്തില്ല. ചോരയൊക്കെ തെറിച്ച് തലയുടെ ബാക്കിൽ തന്നെ ഇടിച്ചു പൊട്ടി. നമുക്ക് നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്ത് ഓൾറെഡി ഓണാക്കിയിട്ടത് കൊണ്ട് നമുക്കിപ്പോൾ ഒന്നും പറ്റാഞ്ഞത്. മതിൽ ചാടൊക്കെ നടക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് കാറ് തന്നെ എടുത്തിട്ട് പോകാം. പോർഷെ വല്ലതും ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വണ്ടി എടുത്തിട്ട് പോകാം. പറഞ്ഞില്ല, അപ്പം തന്നെ അവിടെ നിന്നൊരു പോർഷെ വരുന്നു. അപ്പോൾ ആ പോർഷെ തന്നെ എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അവിടെ നിന്നും വരുന്നു, ഇവിടെ നിന്നും വരുന്നു. അപ്പോൾ നമുക്ക് ഈ വണ്ടി പോർഷെ എടുക്കാം. എക്കടാ അവിടെ ഇറങ്ങടാ ഈ വണ്ടിയിൽ നിന്ന്, അങ്ങ് പോവുക നീ. അങ്ങനെ നമുക്ക് പോർഷെ എടുത്തിട്ട് പോവാം. ഭാഗ്യത്തിൻ്റെയും 5 സ്റ്റാർ ആവാനാ. പക്ഷേ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത, നമ്മൾ എല്ലാ ഗെയിമും കളിക്കുമ്പോൾ അതിനകത്ത് 5 സ്റ്റാറൊക്കെ ആവില്ലേ, 4 സ്റ്റാർ 5 സ്റ്റാറൊക്കെ ആവും. പക്ഷെ നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 3 സ്റ്റാർ വരെ ആകത്തുള്ളൂ. ഞാൻ 3 സ്റ്റാർ വരെ ആക്കിയിട്ടുള്ളൂ. 3 സ്റ്റാറിൽ കൂടുതൽ ഇതുവരെ ഇതിൻ്റെ താഴത്തില്ല. 3 സ്റ്റാർ വരെ കേസ് ഇതിൻ്റെ താഴത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഫ്ലാറ്റിൻ്റെ ഇടയിൽ കൂടെ പോവാം. വാട്ട് എ ഡ്രിഫ്റ്റ് മാൻ. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്ന സൂപ്പറയും യമഹ VMAX എടുത്തിട്ടിടാം. അപ്പം ഞാൻ നടന്നു പോകണ്ടെന്ന് വിചാരിച്ചു. നടന്നു പോകുന്നതിനെക്കാട്ടി നല്ലത്, അത്രയും ദൂരം നടക്കുന്നതിനെക്കാട്ടി നല്ലത് ഇത്രയും ദൂരം കാർ ഓടിച്ച് വരുന്നില്ലേ, അതിൻ്റെ ഒരു സുഖം നമുക്ക് വേറെ. കിടക്കണ കണ്ട സൂപ്പറയും VMAXും. പക്ഷേ സൂപ്പറയുടെ കളർ ഞാൻ ചേഞ്ച് ചെയ്തപ്പോൾ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഓറഞ്ചോ വേറെ വല്ലതും ആക്കുന്നത്. ഞാൻ ഒന്ന് നോക്കിയത് ഈ നമ്മുടെ ഓറഞ്ചും ഗ്രീനും വെക്കാനാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് 3 കളറ് മിക്സ് ചെയ്യാൻ പറ്റും. 4 കളറങ്ങാണ്ട് 3 കളറേ മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓറഞ്ച് ആക്കിയിട്ട് നമുക്കിനി ഓറഞ്ച് ആക്കിയിട്ടുണ്ടല്ലോ കയറി ഇത് താഴോട്ടിറങ്ങും. പക്ഷെ ഇത് താഴോട്ടിറക്കുന്നതാണ് റിസ്ക്. ഒന്നെങ്കിൽ ഈ സൈഡിൽ കൂടെ ഇറങ്ങണം, അല്ലെങ്കിൽ ആ ചെറിയ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങണം. ഈ ചെറിയ ഗ്യാപ്പിൽ കൂടെ ഇറക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. നമുക്ക് ഈ ചെറിയ ഗ്യാപ്പിൽ കൂടെ ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കണം. നമുക്ക് നോക്കാം ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കാം. കണ്ടോ, ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, അവിടെ ഇറക്കാൻ പറ്റുമോ? നമുക്ക് മതിലിൻ്റെ മണ്ടയിൽ കൂടെ ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കാം. അതിൻ്റെ മണ്ടയിൽ കൂടെ ഇറക്കാം. ഈ സ്റ്റക്കായി ഒരു ബാക്കിലത്തെ ബമ്പറോടെ കുടുങ്ങിയേ. നോക്കാം, നല്ലോടത്ത് ആക്സിലേറ്റർ നോക്കാം പറ്റുമായിരിക്കും. നമ്മൾ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. അപ്പോൾ കുറച്ചേരം ഇറങ്ങിയിട്ട് ഈ പോർഷെ അങ്ങ് എടുത്ത് മാറ്റട്ടെ. പോർഷെ എടുത്ത് മാറ്റിയിട്ട് അത് ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കാം. ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുമെങ്കിൽ തോനെ നല്ല വൃത്തിക്ക് ആക്സിലേറ്റർ കൊടുത്തു നോക്കാം. അങ്ങനെ തോനെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ സൂപ്പർ ഇറക്കിയിട്ടുണ്ട്. സെറ്റ് ലുക്ക്, ഓറഞ്ച് കളർ കൊടുത്തപ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മൾ ആ തോനെ നേരം എടുത്ത് പിന്നെ ഏറ്റവും അവസാനം ഞാൻ ബ്രേക്കും ഫ്രണ്ടും കൂടി പിടിച്ച് ഒറ്റ നിൽക്കാൻ കൊടുത്തു. അങ്ങനെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി വന്നു. അപ്പം നമുക്കിനി നമ്മുടെ നേരെ പുതിയ വീട്ടിലേക്ക് പോവാം.
അപ്പോൾ നമ്മൾ നേരെ പുതിയ വീട്ടിലേക്ക് പോകാം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് അവിടെ നമ്മുടെ എവിടെയായിരുന്നു നമ്മുടെ ട്രെയിനിൻ്റെ സ്ഥലത്തോട്ടൊന്ന് പോയിട്ടങ്ങ് വരാം ഗൈസ്. അവിടെ പോയിട്ടങ്ങ് നേരെ നമുക്ക് ഇവിടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാം. ഈ സൂപ്പർ മറിഞ്ഞ് ഫ്രണ്ടിലത്തെ അല്ല നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഡോറായി പോയി ഗൈസ്. പക്ഷെ ഉണ്ടല്ലോ അതായത് മറിഞ്ഞില്ലേ, അപ്പോൾ ഞാൻ അവിടെ ഒരു ഇത് കണക്ക് സൂപ്പർ കിടക്കണം. അതുകൊണ്ടോ നേരെ കിടക്കണ്ട സൂപ്പർ. ചിലപ്പോൾ അവിടെ സൂപ്പർ നമുക്ക് ഇത് കൊണ്ടിട്ടിട്ട് ആ സൂപ്പറാണ് എടുക്കുന്നത്. അതായിരിക്കും നല്ലത്. നമുക്ക് നൈസിന് ഇവിടെ കൊണ്ടിടാം. ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് പോയിട്ട് കേസുണ്ട് ഈ സൂപ്പറ. ഇത് ആരും ഇട്ടിട്ട് പോയതോ സൂപ്പറായി, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു സൂപ്പർ എടുത്തിട്ട് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലിട്ട് പോകാം. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങോട്ടായിരുന്നു പോകുന്നത്? എനിക്കപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി എനിക്ക് അറിഞ്ഞൂടാ കേസ്. എന്തായാലും നോക്കാം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഏത് വഴിയാണ് കറക്കി കുത്തി അങ്ങ് പോകാൻ കേസ്. നമ്മുടെ വീട് വഴി ഒന്ന് പോകണോ അതോ സ്ട്രേറ്റ് പോകണം? വീട് വഴി പോയി നോക്കാം കേസ്. അപ്പം നോക്കാം. നമ്മുടെ വീട് വഴി പോയി കഴിഞ്ഞാൽ ചിലപ്പം റെയിൽവേ സ്റ്റേഷൻ എത്തുമായിരിക്കും. നമുക്ക് പോയി നോക്കാം. ലംബോർഗിനി റെയിൽവേ സ്റ്റേഷനിൽ പോവാം. അല്ലെങ്കിൽ വേണ്ട, റെയിൽവേ സ്റ്റേഷനിൽ പോകണ്ടായിരിക്കും. നമുക്ക് ബൈക്ക് എടുക്കാൻ വരുമ്പോൾ പോകണ്ടേ റെയിൽവേ സ്റ്റേഷനിൽ. ബൈക്ക് എടുക്കാൻ വരുമ്പോൾ പോകാം. നമുക്ക് ഇത് കൊണ്ടിടാം. ഇതങ്ങ് അവിടെ നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ ഇപ്പം ബൈക്ക് എടുക്കാൻ പോകും. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരെ പോയിട്ട് അങ്ങ് വരാം. അപ്പോൾ നമ്മുടെ വണ്ടി കിടപ്പ് നോക്കി. വണ്ടി നോക്കി സെറ്റ് കിണ്ണ വണ്ടിയല്ലേ. അപ്പോൾ നമ്മളിവിടെ വണ്ടി ഒന്ന് സൂക്ഷിച്ച് വളച്ചിടുകയാണ്. കണ്ടോ? അപ്പോൾ അങ്ങനെ വളച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് പോകാം. ഇതിന് ഓറഞ്ച് തന്നെ ബെറ്റർ. പക്ഷെ നിങ്ങൾ കണ്ടാതിരിക്കുന്നത് യെല്ലോ ആയിരിക്കും, പക്ഷെ ഓറഞ്ച് ആട്ടോ. ഇത് ഓറഞ്ച് അല്ലെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് മാറ്റി നോക്കിയായിരുന്നു. അപ്പോൾ ഇത് മഞ്ഞ വേറെ ലൈറ്റായിരുന്നു കേട്ടോ. നമ്മുടെ ആദ്യത്തെ സൂപ്പർ അവിടെ പൊട്ടിപ്പോയില്ലേ, സൂപ്പറിൽ നമ്മൾ ആദ്യം തന്നെ മിക്സ് ആയിരുന്നല്ലോ ഗൈസ്. അപ്പം ഞാൻ പിന്നെ ഓറഞ്ച് ആക്കിയപ്പം വെയിലത്തൂടെ ഒട്ടിച്ചപ്പം ജസ്റ്റ് ലൈറ്റ് എല്ലോ ആയിരുന്നു. പിന്നെ ഞാൻ തണലത്തൂടെ ഒട്ടിച്ചപ്പോഴത്തേക്കും കറക്റ്റ് ഓറഞ്ചായി. അതുകൊണ്ടാണ് നമ്മൾ മറ്റേത് റാമ്പിൻ്റെ അടുത്തുള്ള സൂപ്പർ കണ്ടപ്പോൾ നിങ്ങൾ യെല്ലോ ആയിട്ട് കാണിച്ചത്. പക്ഷെ അത് കറക്റ്റ് ഓറഞ്ച് ആട്ടോ. ഞാൻ മാറ്റി നോക്കിയായിരുന്നു. നമുക്കിനി നമ്മൾ ആദ്യം പോയ വണ്ടി തന്നെ എടുക്കാം, പോർഷെ തന്നെ എടുക്കാം. ഇപ്പം നമ്മൾ സാധാരണ ഇവിടെ നിൽക്കുമ്പോഴുണ്ടല്ലോ ഗൈസ്, ഈ ആൾക്കാരൊന്നും വളയ്ക്കത്തില്ലായിരുന്നു. ഇപ്പം ആൾക്കാരൊക്കെ വളച്ചിട്ട് പോവുക. ഞാനവിടെ നിന്നപ്പോൾ വളയ്ക്കാൻ നോക്കും നമ്മൾ ഡോർ തുറക്കാൻ സ്റ്റൈലൊക്കെ ഉണ്ട്. നമ്മൾ ചവിട്ടി പൊട്ടിച്ചിട്ടൊക്കെ ഡോർ തുറക്കുന്നു. ഇനി നമുക്ക് നേരെ നമ്മുടെ വിമാക്സ് എടുക്കാൻ പോവാം. വിമാക്സ് എടുക്കാൻ അത്രയ്ക്ക് പാടൊന്നുമില്ല ഗൈസ്, വളരെ സിമ്പിളായിരിക്കും. വിമാക്സ് ആ സ്റ്റെപ്പിൽ കൂടെ ഒക്കെ നൈസിനങ്ങ് ഇറങ്ങും ഗൈസ്. ആ സ്റ്റെപ്പിൽ ചെറിയ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങും. അപ്പോൾ അത് ഈ വഴി കൂടെ തന്നെ പോകാം ഗൈസ്. അതുകൊണ്ട് പഴയ ഷോർട്ട് കട്ട് വഴി കൂടെ തന്നെ പോകാം. ഈ ലെഫ്റ്റ് ഈ റോഡായിരുന്നു.
അപ്പം നമുക്കിനി നമ്മുടെ വീടെത്തിയതാണ്ട് കണ്ടോ. നമുക്ക് ഇവിടുന്ന് വളച്ചാൽ മതി. ഇങ്ങനെ വളയ്ക്കാം. വഴി നൈസായിട്ടൊന്ന് തെറ്റിയതാ, വേറെ ഒരു പ്രശ്നമില്ല. നമുക്കിനി നമ്മുടെ വീടുള്ള സ്ഥലത്ത് തന്നെ പോവാം. വണ്ടി ഇടിച്ച്, അത് കുഴപ്പമില്ല, നമ്മുടെ ഒന്നും വണ്ടിയല്ലല്ലോ, സാരമില്ല. ഞാൻ വിചാരിച്ച എൻ്റെ വണ്ടിയെന്ന് പറഞ്ഞ ഞാനത് ദാണ്ട കേസ് മഞ്ഞ വീട്. ഞാൻ ഇത് തോന്നുന്ന ദിവസമല്ലേ കളിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ വഴി മറന്നുപോയി. അപ്പം നമുക്കിനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വിമാക്സ് എടുത്തിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ട് അവിടുന്ന് വീണ്ടും വളച്ച് നമ്മുടെ പഴയ വീട്ടിലേക്ക് മാറ്റാം. പക്ഷെ ഇന്നൊരു ടാസ്ക് ആയിരുന്നത്. ആണ് 3 വണ്ടിയാണ് മാറി മാറി എടുത്തത് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ആദ്യം GTR എടുക്കാൻ വേണ്ടി ഒരു കയഗനസ് എടുത്ത്, പിന്നെ ഇത് സൂപ്പർ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ പോർഷെ എടുത്ത്, ഇപ്പം വിമാക്സ് എടുക്കാൻ വേണ്ടി വീണ്ടും ഒരു പോർഷെ എടുത്ത്. അപ്പോൾ ദാണ്ട് അടങ്ങും നമ്മുടെ വിമാക്സ്. അപ്പോൾ നമുക്കിനി ഇതെടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയിട്ട്, ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഉള്ള വെഹിക്കിൾസിൻ്റെ ഫുള്ള്, അതായത് കാറിൻ്റെയും ബൈക്കിൻ്റെയും ഫുൾ ചീറ്റ് കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പവർ എന്തെന്നറിയാമോ നിങ്ങൾക്ക്? ഇയാളത്തല്ലോ, ഇയാളുടെ പവർ എന്താണെന്നറിയാം? ഞാൻ ജസ്റ്റ് അടുത്തോട്ട് പോയി കാലം തട്ടിയേ ഉള്ളൂ, തെറിച്ചാൽ പോയി ബൈക്ക്. അത്രയ്ക്ക് മസിലല്ലേ ആൾക്ക്. ഇപ്പോൾ സ്റ്റണ്ട് കണ്ടോണം നിങ്ങളുടെ സ്റ്റണ്ട് പോയി, കിടിയ സ്റ്റണ്ടാ. ഇയാൾ സ്റ്റണ്ടൊക്കെ ചെയ്യും. കണ്ട കേസ് മതിലിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കുന്നതിൻ്റെയാണ് ഞാൻ പറഞ്ഞ സ്റ്റണ്ടെന്ന്. ഇനി നമുക്ക് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടെ വളച്ച്, അവിടുന്ന് പിന്നെ വളച്ചിട്ട് നമ്മുടെ പുതിയ വീട്ടിലേക്ക് നമുക്ക് പോകാം കേസ്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. അപ്പോൾ എനിക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള വഴി അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഊഹത്തിനുള്ള വഴിയായിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മുടെ വീട് വഴി ഒന്ന് ജസ്റ്റ് പോവാം, അപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് എന്നിട്ട് നമ്മുടെ എയർപോർട്ടും ജസ്റ്റ് മാറ്റം വന്ന് പുതിയ അപ്ഡേഷൻ്റെ വേറെ വീട് വന്നെന്തോ, വീടല്ല എന്തൊരു ബിൽഡിങ് കണക്ക് എന്തോ പോകുന്നത്. എന്നിട്ട് ഇവിടെ വെച്ചായിരിക്കും ഇവിടെ തോനെ സ്ഥലം ഉണ്ടായതുകൊണ്ട് ഇവിടെ വെച്ചായിരിക്കും നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഫുൾ ചീറ്റ് കോഡ്സ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത്രയും വലിയൊരു സ്ഥലം ഉണ്ടായതുകൊണ്ട്, നമ്മുടെ എയർപോർട്ടിലാണ് ഇത്രയും വലിയ സ്ഥലം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചീറ്റ് കോഡ്സ് ഇവിടെ നിന്ന് അടിച്ചു തരാമെന്ന്. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലുള്ള പോകുന്ന വഴിയാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ജസ്റ്റ് ഊഹത്തിനാണ് ഞാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് സ്റ്റണ്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാതെ നേരെ അങ്ങ് പോയേനെ. നോക്കട്ടെ, ഞാൻ ഇതുവരെ റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ല. നമുക്ക് നേരെ പോയിക്കഴിഞ്ഞാൽ കാണാമല്ലോ. ഇവിടെ ഒരു ചെറിയ കുളമായിട്ട് ഞാൻ കണ്ടേ ഉള്ളൂ, വേറെ റെയിൽവേ സ്റ്റേഷനായിട്ട് കേസ് ഞാൻ കണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനായി ഇപ്പോൾ കണ്ടു കേസ്. വഴി ഞാൻ മറന്നുപോയി. ഞാൻ തെറിച്ചു പോയി വീണ കേസ്. നമ്മുടെ ഈ ഗെയിമിലുള്ള ഇയാളുടെ ദേഹത്തോട്ടാണ് ഞാൻ വന്ന് വീണ. ഒരടി പോലും ഇയാൾ നീങ്ങിയില്ല അവിടുന്ന്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോകാം. ഇവിടുന്ന് വളച്ച്
ഓക്കെ ഗൈസ്, നമുക്കിനി എങ്ങോട്ട് തന്നെ പോകണം. ഈ വഴിയാണെന്നാണ് എനിക്ക് തോന്നണത്. അതേ നമ്മുടെ പഴയ വീടുണ്ടല്ലോ, ആ ഒരു വഴിയാട്ടോ ഇത്. അതുകൊണ്ട് ഗൈസ് നമ്മുടെ പഴയ വീട് ഇപ്പം മനസ്സിലായി ഗൈസ്, നമ്മുടെ പഴയ വീട്ടിലുള്ള വഴിയാണ്. ഇനി നമുക്ക് നേരെ ഇത് വീട്ടിൽ കൊണ്ടുപോകാം ഗൈസ്. ഇപ്പം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ മൊത്തം ചീറ്റ് കോഡും പറയുന്നതായിരിക്കും. പറയുന്നതല്ല, അടിച്ച് കാണിച്ചേരേ കറക്റ്റായിട്ട്. നമുക്കിനി വീട്ടിൻ്റെ അകത്തോട്ട് കയറ്റാം. അവിടെ വണ്ടി കിടക്കുന്നുണ്ടോ? സെറ്റല്ലേ. നമുക്ക് അവിടുത്തെ രണ്ട് മരത്തിൻ്റെ ഇടയിൽ കൂടെ കയറ്റാൻ പറ്റുമെങ്കിൽ കയറ്റാം ഗൈസ്. ഞാൻ അങ്ങോട്ട് പോയപ്പം ആ സ്റ്റെപ്പിൻ്റെ അകത്തോടെ കയറി. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ? ആ ഒരു ഗ്യാപ്പിൽ നിർത്താൻ പറ്റുന്നത് കണ്ടോ? ഇവിടെ ചെറിയൊരു ഗ്യാപ്പ്, ബൈക്ക് നിർത്താൻ പറ്റുന്നത്. അവിടെ നിർത്താൻ പറ്റുമെങ്കിൽ നിർത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് വെക്കും ഗൈസ്. നമ്മുടെ ആ ഒരു ഗ്യാപ്പിൽ വെക്കത്തില്ല, നമ്മളൊരു സൈഡിൽ വെക്കത്തുള്ളൂ. പറ്റുന്നില്ല ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇതാണ് പറഞ്ഞത്, ഈ ഒരു സ്ഥലത്ത് വെക്കുകയാണ്. നിങ്ങൾക്കപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ബൈ.